ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ട ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കുകയല്ലേ ഞാൻ ഇതെന്താ കുറേ പ്രോഡക്റ്റിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതെന്ന്. ശരിക്കും ഈ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരാളെ പരിചയപ്പെടാനാണ് ഞാൻ മോർണിംഗ് ഇങ്ങോട്ട് വന്നത്. ആക്ച്വലി ആയുർവേദ പ്രോഡക്റ്റ്സ് ആണിത്. ഒരുപാട് ആളുകൾക്ക് ഇതിനോടകം തന്നെ കുറച്ച് നാളെ ആയുള്ളൂ ഇതൊക്കെ പിന്നെ സെല്ല് ചെയ്യാൻ തുടങ്ങിയിട്ട്. കിയാര ഓർഗാനിക് പ്രോഡക്റ്റ്സ് ആണ് ഇത്. അപ്പം തിരുവനന്തപുരം ത്തുള്ള ബാലരാമപുരം എന്ന സ്ഥലത്താണ് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ആൾ ആരാണെന്ന് പരിചയപ്പെടണ്ടേ? യെസ്, അതൊരു സ്ത്രീരത്നം തന്നെയാണ്, പ്രിയപ്പെട്ട വിദ്യ സജികുമാർ. വരൂ. വിദ്യയാണ് ഇത്രയും പ്രോഡക്ട്സ്. എത്ര പ്രോഡക്ട്സ് ഉണ്ട്? 52 പ്രോഡക്ട്സ് ആണ്, അതും ആയുർവേദം നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. എന്തായിരുന്നു ഇങ്ങനെ ഒരു പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ? അത് എനിക്ക് ഓർഗാനിക് പ്രോഡക്ട്സിനോട് ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു സോപ്പ് വാങ്ങാനിടയായതാണ് മെയിനായിട്ടുള്ളത്. അത് വാങ്ങി യൂസ് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിത് ചെയ്യാമല്ലോ, നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. ആക്ച്വലി നമ്മളിൽ എത്ര പേര് അങ്ങനെ ചിന്തിക്കില്ല. നമ്മൾ ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്, സോപ്പായും ക്രീമായിട്ടും ആയുർവേദ പ്രോഡക്ട്സ് തന്നെ. പക്ഷെ നമ്മൾ ചിന്തിക്കുമോ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്? പക്ഷേ നമ്മളിൽ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച ഒരാളാണ് നമ്മളിൽ ചിലർ എന്ന നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും എത്ര നാളായി ഈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങി? 2022 നവംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 3 വർഷമാവുന്നു. വിദ്യ പക്ഷെ നേരത്തെ പ്ലാൻസ് ഒക്കെ സെല് ചെയ്യുന്നു, ഓൺലൈൻ ബിസിനസ് ആയിരുന്നില്ലേ? 2018 മുതൽ പ്ലാൻസിൻ്റെ ഓൺലൈൻ ബിസിനസ് ഉണ്ട്. അപ്പോൾ ചെറിയ ഹോബിയിൽ നിന്ന് തുടങ്ങിയ, പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ആ ഹോബിയിൽ നിന്ന് തുടങ്ങിയതാണ് ബിസിനസ്സിലേക്ക്. അപ്പം ഓൾ ഇന്ത്യയിൽ കാശ്മീർ, ട്രിവാൻഡ്രം മുതൽ കാശ്മീർ വരെ. എന്തായിരുന്നു, ഏതൊക്കെ ചെടികളാണ് കൊടുത്തിട്ട്? അത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ്, ഫ്രൂട്ട് പ്ലാന്റ്സ്, ഫ്ലവറിംഗ് പ്ലാന്റ്സ്, മെഡിസിനൽ പ്ലാന്റ്സ്, എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ നല്ല പരിചയം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ കുറെ കസ്റ്റമേഴ്സിനെ കിട്ടിയിട്ട് മാർക്കറ്റിനെ കുറിച്ച് നല്ലൊരു ബോധമുള്ള ഒരാളാണ്. യെസ്. അപ്പൊ എനിക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ട് വന്നില്ല. ഓൾറെഡി കസ്റ്റമേഴ്സ് ഒത്തിരി പേരുണ്ടായിരുന്നു, അവർ തന്നെ പക്ഷെ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം എന്തായാലും പ്ലാന്റ്സ് സെല് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് പ്ലാന്റ്സിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടായിരുന്നു. അതാണ്. ഇവിടെ നിൽക്കുമ്പോഴേ ഈ പ്രോഡക്ട്സിന്റെ എല്ലാം മണം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഇവിടുന്ന് കുറേ സാധനങ്ങൾ വാരിക്കൊണ്ട് പോകാനായിട്ട് തോന്നുന്നു, അത്രയ്ക്ക് നല്ല മണമാണ്. അപ്പം എന്തൊക്കെയാണ് പ്രോഡക്ട്സ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്ന പ്രോഡക്റ്റ് എന്താ? ഏറ്റവും കൂടുതൽ ഇപ്പോൾ എക്സിബിഷൻസിലൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് ലിപ് ബാം, കൺമഷിയാണ്. പിന്നെ സോപ്പ് തന്നെ പല വെറൈറ്റി. ഇപ്പോൾ ഒരു സോപ്പ് വാങ്ങുന്ന ആൾക്കാർ പിന്നെ ഒരു 1 വീക്ക് കഴിയുമ്പോൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം ചിലപ്പോൾ അവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന് വെച്ചിട്ടായിരിക്കും വാങ്ങുന്നത്. പിന്നെ അടുത്ത് 7, 8, 10 അങ്ങനെ ഓർഡർ തരാറുണ്ട്. എന്താണെന്നറിയാം, ഇതിനകത്ത് കുറേ പ്രത്യേകതകളുണ്ട്. ഓരോ പ്രോഡക്റ്റിനും ശരിക്കും റിസൾട്ട് ആളുകൾക്ക് ഉണ്ടായത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ആളുകൾ വന്ന് വാങ്ങിയിട്ട് പോകുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. നമുക്ക് ഓരോന്ന് പറഞ്ഞു തുടങ്ങിയാലോ? അത് ക്യാംഫറാണ്, ഈ പച്ചക്കർപ്പൂരം അതിലുണ്ടാക്കുന്നത്. അതിലൊന്നും പ്രത്യേകിച്ച് മണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. എസെൻഷ്യൽ ഓയിൽ, നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അത് പ്യുവർ കർപ്പൂരം നമ്മൾ പൊടിച്ചുണ്ടാക്കുന്നതാണ്. സ്കിന്നിന് നല്ലതാണ് അല്ലേ? നല്ലൊരു സൂത്തിങ് ഇഫക്റ്റാണ്, തണുപ്പ് കിട്ടും. പിന്നെ അതിൽ ഇപ്പോൾ ഈ എല്ലാ സോപ്പിലും തന്നെ നമ്മൾ മെയിനായിട്ടുള്ള സാധനങ്ങൾ അരച്ച്, ഇപ്പോൾ അലോവേര ഹണി ആണെങ്കിൽ അലോവേര ഹണിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിൽ നമ്മൾ സബ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ആൽമണ്ട് ഓയിൽ, ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ, തേന്, പിന്നെ ടീ ട്രീ ഓയിൽ, സാഫ്രോൺ ഓയിൽ, ഇതെല്ലാം എല്ലാ സോപ്പിലും ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാംഫറാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിൽ ഈ സബ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഗ്ലിസറിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഗ്ലിസറിൻ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, ആൽമണ്ട് ഓയിൽ. ഒരു രക്ഷയില്ല കേട്ടോ മണം. ഇത് അലോവേര ഹണി. എന്താ ഭംഗി നോക്കിയേ. ഇത് നാൽപ്പാമരാതി ഓയിൽ നമ്മുടെ സ്കിന്നിലെ പാടുകളൊക്കെ മാറാൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ്.
പിന്നെ ഇത് കസ്തൂരി മഞ്ഞൾ, പ്യൂർ കസ്തൂരി മഞ്ഞൾ, ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് വൈറ്റ് കളറാണ്, ക്രീം കളറാണ്, അതിലുണ്ടാക്കുന്നതാണ്. അത് അങ്ങനെ ആ കറക്റ്റ് കളറ് തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ എത്ര ശുദ്ധമായിട്ടാണ് ഉണ്ടാക്കുന്നത് നോക്കിയേ. ഇനി ഇത് ബീട്രൂട്ട് സോപ്പാണ്. ഇത് ടാൻ മാറാനൊക്കെ വളരെ എഫക്റ്റീവാണ്. നമ്മൾ വെയിൽ കൊണ്ടുള്ള ടാൻ പിഗ്മെന്റേഷനൊക്കെ മാറാൻ ബീട്രൂട്ടിന്റെ ജ്യൂസ്, ബീട്രൂട്ട് അരച്ച് ചേർത്ത് അതിന്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്താണ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം നാൽപ്പാമരം, പിന്നെ അലോവേര, ഹണി, കസ്തൂരി മഞ്ഞൾ, പിന്നെ ക്യാംഫർ, ഇത് ഷിയ ബട്ടറിലെ സോപ്പാണ്. ഷിയ ബട്ടർ എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ലിപ് ബാമിലൊക്കെ യൂസ് ചെയ്യുന്ന ഷിയ ബട്ടറാണ്. ആ എത്ര സോപ്പുണ്ട്? 22 വെറൈറ്റി സോപ്പുണ്ട്. 22 വെറൈറ്റി. പക്ഷെ ഇപ്പൊ ഇതില് എല്ലാം സോൾഡ് ഔട്ട് ആയി. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ വീണ്ടും എക്സിബിഷൻസ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി കുറച്ച് കൂടുതൽ മൂവിങ് ആവുന്നത് ചെയ്തു വെച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വിദ്യയുടെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഈ എക്സിബിഷനിൽ എല്ലാ പ്രോഡക്ട്സുകളും വെക്കുന്നുണ്ട് അല്ലേ? എല്ലാം വെക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഈ 52 സോപ്പ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി ഏറ്റവും കൂടുതൽ മൂവിങ് എന്ന് പറയുന്നത് ലിപ് ബാം, കൺമഷി. ഈ കൺമഷിയൊക്കെ എങ്ങനെ ഉണ്ടാക്കണേ? അത് 9ഓളം പച്ചമരുന്നുകളുണ്ട്. കയ്യോന്നി, പൂവാങ്കുരുന്നില, തുമ്പ, തിപ്പലി, മുക്കുറ്റി. പൂവാങ്കുരുന്നിലാണ് ഇതിന് നല്ലൊരു തണുപ്പ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ തിപ്പലിയുണ്ട്, നാരങ്ങ, വെറ്റില, പിന്നെ നെയ്യ്. ഈ ഒരു ചെറിയ ബോട്ടിലിനകത്ത് എന്തെല്ലാം സാധനം ഉണ്ടെന്ന് മനസ്സിലായോ? അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ അരച്ചിട്ട് അതിന്റെ നീര് പിഴിഞ്ഞെടുക്കും. അതിനകത്ത് കോട്ടൺ തുണി മുക്കി നിഴലത്തെ 7 ദിവസം ഉണക്കും. എന്നിട്ട് ആ തുണിയിൽ നിന്നാണ് നമ്മൾ ഇത് കത്തിച്ചെടുക്കുന്നത്. എഫോർട്ടാണ്. അപ്പൊ 7 ദിവസം ഈ ഒരു ബോട്ടിലിന് എത്ര രൂപയാ ചാർജ് ചെയ്യുന്നത്? 200 റുപ്പീസിന് ഇത്രയും പ്യുവറായിട്ട് എന്തെല്ലാം സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കൺമഷിയിൽ ഇത്രയും സാധനമുണ്ട്. അത് ഭയങ്കര നല്ല തണുപ്പാണ് കണ്ണിന്. പിന്നെ ഈ കണ്ണിലുണ്ടാകുന്ന ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ചുമ്മാ ഇങ്ങനെ വെറുതെ വെള്ളം വരിക, ചൊറിച്ചിലുണ്ടാവുക, അതെല്ലാം മാറും ഇത്. പിന്നെ കുട്ടികൾക്ക്, മെയിനായിട്ട് കുട്ടികൾക്ക് ബേബി കാജൽ ഉണ്ടല്ലോ, ഈ 28 കെട്ടുന്ന സമയത്ത് അവർക്ക് കൺമഷി എഴുതണമെന്നാണല്ലോ, അങ്ങനെയൊക്കെ. അപ്പൊ അതിനൊക്കെ ഇത് ഉപയോഗിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പിന്നെ ന്യൂ ബോൺ ബേബീസിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ഏറ്റവും നല്ല സാധനങ്ങളാണ് ഇവിടെ വന്നതാ. ഇതുപോലുള്ള കാജല്, ഈ സോപ്പ്, പിന്നെ എണ്ണയുണ്ടല്ലോ, ഒരുപാട് ടൈപ്പ് എണ്ണ ഉണ്ട്. ഇത് നമ്മുടെ ഹെയർ ബൂസ്റ്റർ ഓയിലാണ്. ഇതൊക്കെ ഭയങ്കര ഡിമാൻഡാ. അതായത് റെഗുലർ കസ്റ്റമേഴ്സ് ഉള്ള പ്രോഡക്റ്റ് ആണ് ഇത്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ 30ഓളം പച്ചമരുന്നുകളാണ് ഇതിൽ ചേരുന്നത്. ഇതും നമ്മൾ 3 ദിവസം എടുത്താണ് ഈ ഓയിൽ ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ വയല് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പച്ചമരുന്നുകളാണ്, 30 പച്ചമരുന്നുകളാണ് ഇതിൽ ചേരുന്നത്. 30 പച്ചമരുന്നുകൾ ചേർന്ന ഒരു ഹെയർ ഓയിലാണ് ഇത് കേട്ടോ. എന്തൊക്കെയാണത്? അത് റെഡ് അലോവേരയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. കരിഞ്ജീരകം, പിന്നെ ഉലുവ, ചെറിയ ഉള്ളി, ഉലുവ, നെല്ലിക്ക, നീലാമരി, മൈലാഞ്ചി, കയ്യോന്നി, പൂവാങ്കുരുന്നില, കീഴാർ നെല്ലി, ബ്രഹ്മി, പിന്നെ പനിക്കൂർക്കടയിലുണ്ട്, മുരിങ്ങയിലുണ്ട്, വേപ്പിലുണ്ട്, പിന്നെ കേശവർദ്ധിനി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ഒരു ഇലയാണ്. അത് ചിലർക്ക് അറിയാം, ആയുർവേദമൊക്കെ അറിയാന്നുള്ളവർക്ക് അറിയാം. അതൊക്കെ ചേർത്താണ് ഇതുണ്ടാക്കുന്ന ബ്രഹ്മിയൊക്കെ ചേരുന്നത്. ആക്ച്വലി ഇതൊക്കെ പിന്നെ പഠിക്കുന്നത് എവിടെ നിന്നാണ്? അത് നമുക്ക് ട്രെയിനിങ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കൃഷി വകുപ്പ്, നമ്മുടെ വ്യവസായ വകുപ്പിൽ നിന്നൊക്കെ ട്രെയിനിങ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ കൂടുതൽ പഠിച്ചെടുത്തതാണ്. ഒരു പ്രോഡക്റ്റിന് വേണ്ടി സെർച്ച് ചെയ്ത് പിന്നെ ഇങ്ങനെ കൂടുതലും ഞാൻ പഠിച്ചെടുത്തത് തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ സ്കീംസ്, ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ചൊക്കെ ട്രെയിനിങ്സ് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തും പഠിച്ചെടുക്കാൻ പറ്റും. അതാണ് നോട്ട് ദ പോയിന്റ്. ഇവിടെ ഓരോ സ്ത്രീകൾ, ഓരോ ലേഡീസ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിലും പഠിക്കാൻ മടിയുള്ളവരുണ്ട്. ചുറ്റും ഒന്ന് അന്വേഷിച്ചാൽ മതിയില്ല എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് ചാൻസസ് നമ്മുടെ ഗവൺമെന്റ് ആയാലും അല്ലാതെ തന്നെ ബാങ്കുകൾ വഴിയാണെങ്കിലും ഒരുപാട് സഹായങ്ങളുണ്ട്, പ്രത്യേകിച്ച് ലേഡീസിന്. അതെ. അപ്പൊ അതൊക്കെ
ഉപയോഗിക്കുക. അത് ഹെയർ ഓയിലാണ്. എന്തായാലും ഒരു മാസം ഏകദേശം 1 lakhിൽ കൂടുതൽ വിറ്റുവരവുള്ള ഒരു സംരംഭകയാണ്. അങ്ങനെ ഒരു ബ്രാൻഡാണിത്. ഇനി ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന സാധനം ഇതാണ്. കിയാരെ ജനങ്ങളിലേക്ക് എത്തിച്ച പ്രോഡക്റ്റാണ് നമ്മുടെ ദന്തപാല ഓയിൽ. അതായത് ഇത് ഹെവി ഡാൻഡ്രഫ്, എത്ര ഹെവി ആയിട്ടുള്ള ഡാൻഡ്രഫ്, സോറിയാസിസ്, സ്കിൻ അലർജി, ഫംഗൽ ഇൻഫെക്ഷൻ, ഡ്രൈ സ്കിന്ന്, ഈ കുട്ടികളിലുണ്ടാകുന്ന കരപ്പൻ, ഇതെല്ലാം മാറാൻ നല്ല. ഇതായത് മൾട്ടി യൂസ് ആണ്, തലയിലും ബോഡിയിലും ഒരുപോലെ യൂസ് ചെയ്യാം. ഈ ഓയിലാണ് നമ്മുടെ പുറത്തേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതായത് 33 വർഷം പഴക്കമുള്ള സോറിയാസിസ് വരെ ഈ ഓയിലിൽ മാറി. അങ്ങനെ ഭയങ്കര ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായ ഒരാൾ വിളിച്ചിട്ട് ഭയങ്കര സന്തോഷമായി. പുള്ളി 3ാമത്തെ ബോട്ടിൽ യൂസ് ചെയ്തപ്പോൾ പുള്ളിയുടെ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ മാറി. ലക്ഷങ്ങൾ ചിലവാക്കിയിട്ടും പ്രയോജനം ഇല്ലാത്തതാണ് ഇതിൽ മാറി. അത് ആ ഓയിൽ എന്ന് പറയുമ്പോൾ ദന്തപാല എന്ന് പറയുന്ന ഒരു ഇലയാണ്. ആ ഇലയുടെ കറയാണ് ഇതിന്റെ മെഡിസിൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഗുണമാണ്. അപ്പോൾ ആ ഇല പോയി കളക്ട് ചെയ്തിട്ട് അങ്ങനെയാണ്. മരമുണ്ട്, നമുക്ക് ചെറിയ മരമാണ്. ഇപ്പൊ ചെറുതായി വരുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ പുറത്ത് പോയി എടുക്കും. ആക്ച്വലി ഇതൊരു മോർണിംഗ് ചെറിയൊരു സെഗ്മെന്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളിപ്പം ദന്തപാല അന്വേഷിച്ച് പോയാൽ ഇന്ന് തന്നെ ഞങ്ങളുടെ പ്രേക്ഷകരെല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂലേ ദന്തപാല എന്ന് പറഞ്ഞാൽ. അതെ അതെ. എനിവേ നൈസ് ഇൻഫർമേഷൻ. ഇനി പിന്നെ ഇത് വേദനകൾക്കുള്ള ഒരു ഓയിലാണ്. ചങ്ങലം വരണ്ട എന്ന് പറയുന്ന പ്ലാന്റ്. എല്ലാം അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൃഷിയിൽ നിന്നുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആണ് ചങ്ങലം വരണ്ട ഓയില്. അപ്പൊ ഇതിന്റെ ബോട്ടിലൊക്കെ എനിക്കിപ്പോ മാറ്റണമെന്നുണ്ട്. ബോട്ടിലൊക്കെ മാറ്റി, പക്ഷെ ആൾക്കാർക്ക് അതൊന്നും വേണ്ട. അവർക്ക് ഇതല്ലല്ലോ, പഴയ ബോട്ടിൽ മതി, അത് മതി, അതായിപ്പോയി, അവരുടെ ഉള്ളിൽ അതായിപ്പോയി. അവരത് നമ്മൾ തുടങ്ങിയപ്പോൾ ഉള്ള ബോട്ടിൽ തന്നെയാണ് ഇത്. അപ്പൊ ഇത് എല്ലാ വേദനകൾക്ക്, ജോയിന്റ് പെയിന്, ലെഗ് പെയിന്, ബാക്ക് പെയിന്, ഈവൻ ഫ്രാക്ചറായ എല്ലുകൾ കൂടിച്ചേരാനുള്ള കഴിവ് വരെ, നീര്, ചതവ്, ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആയുർവേദ ഡോക്ടേഴ്സ് ആണ് നമ്മുടെ ഇത് വാങ്ങുന്നത്. ബോട്ടിൽസ് 50 ബോട്ടില്, 20 ബോട്ടില്, 30 ബോട്ടിലൊക്കെ ആയിട്ട് ബൾക്കായിട്ട് മേടിക്കും. അവരുടെ ഹോസ്പിറ്റൽസിലെ മസാജിങ്ങിനൊക്കെ വേണ്ടി അവർ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ മേടിക്കും അത് ബൾക്ക്. എന്തായാലും ഞാൻ ഇന്ന് കുറെ ഓർഡർ കൊടുത്തിട്ട് പോകാൻ പോവാണ്. പിന്നെ ഇത് ഇത് ഓയിൽസ് ആണ് ഞാൻ പറയുന്നത്. ഇനി ഇതിൽ ഒരു ഓയിൽ മിസ്സിംഗ് ആണ്, വർണിയം ഓയിൽ എന്ന് പറയും. നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുന്ന ഒരു ഓയിലാണ്. അതായത് നമ്മുടെ ഉരുക്കെണ്ണ ഉണ്ടല്ലോ, തേങ്ങാപ്പാൽ ഉരുക്കി എടുക്കുന്ന ആ എണ്ണയിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, മഞ്ചിഷ്ട, ഇരട്ടി മധുര, സാഫ്രോൺ, ഇത് ഇത്രയും കൂടെ ചേർത്താണ് ആ ഓയിൽ ഉണ്ടാക്കുന്നത്, വർണിയം ഓയിൽ. അത് സ്റ്റോക്ക് ഔട്ടാണ്, തീർന്നു പോയി. അപ്പോൾ അത് ഭയങ്കര റിസൾട്ടാണ്. അതും ഈ കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. മുതിർന്നവർക്ക് യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഇത് ലൈസ് കൺട്രോൾ ഓയിൽ. ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന പെയിൻ ശല്യം അത് ഒക്കെ മാറാൻ ഏറ്റവും നല്ലത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒരു വലിയ പ്രശ്നമാണ് അത്. ഓയിൽ തന്നെയല്ലേ? ആ ഓയിൽ തന്നെയാണ്. ഇത് പുതിനയാണ്, വേപ്പും പുതിനയാണ് ഇതിന്റെ പെയിന് മാറാനുള്ള ഒരു റെമഡിയായിട്ട് യൂസ് ചെയ്യുന്ന വേപ്പിലയും പുതിനയിലയാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്തായാലും മുടിയിൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ ചെമ്പരത്തിയും അലോവേരയും എല്ലാം ചേരുന്നുണ്ട്. ഓക്കെ. ഇനി ഞാൻ ഇവിടെ നിന്ന് നോക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ നോക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവം? അതാണ് ഫേസ് വാഷ്. മഞ്ചിഷ്ടയുടെ ഫേസ് വാഷാണ്. മഞ്ചിഷ്ട എന്ന് പറയുന്നത് പിഗ്മെന്റേഷൻ മാറാനുള്ള ഒരു ആയുർവേദ വേരാണ്. ആ വേരിനെ നമ്മൾ കഴുകി ഉണക്കി പൊടിച്ച് ആണ് ഈ ഫേസ് വാഷ് ഉണ്ടാക്കുന്നത്. ഇത് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മളിപ്പോൾ വെയിലത്തൊക്കെ പോയിട്ട് വന്ന് ഇത് വെച്ച് മുഖം കഴുകി കഴിഞ്ഞാൽ ഈ ഓൺലൈൻ മാർക്കറ്റിൽ ഉണ്ടോ ഈ പ്രോഡക്റ്റുകളൊക്കെ? വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ കിയാര ഓർഗാനിക് പ്രോഡക്ട്സിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അതുപോലെ ഓൺലൈൻ നമുക്ക് ഓർഡർ ചെയ്തതെല്ലാം കിട്ടും. അല്ലാതെ ഏതെങ്കിലും ഡയറക്റ്റ് നമുക്ക് എക്സിബിഷൻസിലൂടെ വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും നിംസ് ഹോസ്പിറ്റലിൽ നമുക്ക് സ്റ്റോളുണ്ട്, അവൈലബിൾ ആണ് എല്ലാ ഡേയ്സിലും. സൺഡേ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ദിവസവും നിംസ് ഹോസ്പിറ്റലിൽ സ്റ്റോളുണ്ട്. അപ്പോൾ അവിടെ വന്നാലും ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. ഇനി ഇതിനേക്കാളും ഭംഗിയുള്ളൊരു അത് ചെമ്പരത്തി ജെല്ലാണ്. അത് ഹെയർ ജെല്ലാണ്. ചെമ്പരത്തി പൂവും അലോവേരയും വൈറ്റമിൻ ഇയും ആണ്, ടീ ട്രീ ഓയിലാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മുടിയിലെ ഫ്രിസ്നെസ് ഒക്കെ മാറി സ്മൂത്ത് ആൻഡ് സിൽക്കി ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കേ. ഇതും ഭയങ്കര മൂവിങ് ആണ്. വൈറ്റമിൻ സിയുടെ ഫേസ് സിറം. വൈറ്റമിൻ സി സിറം എങ്ങനെയാണ് ഉണ്ടാക്കണേ? അത് ഓറഞ്ച് പീലാണ്. ഓറഞ്ച് പീലിൽ ആണ് വൈറ്റമിൻ സി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സാഫ്രോൺ ഓയിലാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ.
ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് അല്ലേ? ആ നല്ല ഭയങ്കര എഫക്റ്റീവ് പ്രോഡക്റ്റാണ്. നൈറ്റിലാണ് യൂസ് ചെയ്യേണ്ടത്. അത് സാഫ്രോൺ ഓയിലാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ വരുന്നത് പ്യുവർ റോസ് വാട്ടർ. ഈ റോസ് വാട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്യുവർ റോസാപ്പൂവ് അതിനെ ഡിസ്റ്റിൽ ചെയ്ത് എടുക്കുന്നതാണ് റോസ് വാട്ടർ. ഇത് ഒരു വലിയ ഫാക്ടറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫാക്ടറിയിലോട്ടാണ്. അല്ല ശരിക്കും ഞാൻ സർപ്രൈസ് ആയി പോണത് അങ്ങനെയാണ്. 52 പ്രോഡക്റ്റ്സ് ആണ് ഈ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ഒരു നെക്സ്റ്റ് ടൈം നമുക്ക് ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ. ഇനിയുള്ളത് ഇത് ഹെർബൽ ഷാംപൂ ആണ്. ഇപ്പോൾ ഓയിൽസായി ഇനി ഓയിൽസ് ഉപയോഗിക്കുന്നവർക്ക് ഷാംപൂ മസ്റ്റാണ്. അതും ഒരു തരത്തിലുള്ള കെമിക്കൽ ഡെയിലി യൂസ് ചെയ്യാം. ഇതിൽ ശിക്കാക്കായ, ചീവയ്ക്ക, ശിക്കാക്കായ എന്ന് പറഞ്ഞാൽ നമ്മൾ ചീവയ്ക്ക പൊടി, ഫ്ലാക്സ് സീഡ്, ഉലുവ, കറ്റാർവാഴ, ഇതൊക്കെയാണ് ഇതിൽ ചേരുന്നത്. ഇപ്പം ഇപ്പോഴേ സാധാരണ ഒരുപാട് ലേഡീസ് ഇങ്ങനെ ഹെയർ ട്രീറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ എല്ലാം. അപ്പൊ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവര് പറയുന്നത് പിന്നീട് അവര് സജസ്റ്റ് ചെയ്യുന്ന ഷാമ്പൂവും കണ്ടീഷണറും മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറയും. അപ്പൊ അതിന് പകരം നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ ഇല്ലാത്തതാണ്. അതായത് നമ്മുടെ ഈ ഹെയർ ഓയിലുള്ള ഏകദേശം ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. എക്സ്ട്രാ ഓയിലില്ല. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനും പ്രൊമോട്ട് ചെയ്യുന്നതാണിത്. എല്ലാ ദിവസവും ഉപയോഗിക്കാം, കുട്ടികൾക്ക് ഉപയോഗിക്കാം. ഇത്രയധികം പ്രോഡക്ട്സ് ഒക്കെ വെളിയിലോട്ട് കൊടുക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇനി എന്തൊക്കെയാണ് പ്ലാൻസ്? നമുക്ക് കുറച്ചും കൂടെ വൈഡ് ആക്കണം. ഇനിയിപ്പോൾ ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പ്രൊഡക്ഷൻ യൂണിറ്റാണ് അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പാണ്. സമയക്കുറവ് കൊണ്ടാണ് അതിൻ്റെ പുറകെ നിന്ന് എക്സിബിഷനിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല എന്നാ പറയണേ. ട്രിവാൻഡ്രത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ എക്സിബിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിംസിൽ ഇപ്പം സ്റ്റോളുണ്ട്. അപ്പം 5:30 മണി വരെ അവിടെ ഉണ്ടാവും രാവിലെ. അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിയാര പ്രോഡക്ട്സ് എവിടെ കിട്ടുമെന്ന് അറിയാൻ പറ്റും. അല്ലേ? പിന്നെ ഇപ്പോൾ നമ്മൾ ഇത് പ്യുവർ അലോവേര ജെല്ലാണ്, മോയ്സ്ചറൈസിങ് ജെല്ല്. ഇത് പ്യൂർ ആണ്. ഇത് നമുക്ക് തന്നെ വാങ്ങിയിട്ട് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാനൊക്കെ നമുക്ക് വേറെ ഒന്നും ചേർത്ത് യൂസ് ചെയ്യണ്ട. ഇതിൽ തന്നെ ഗ്ലിസറിനും എല്ലാം ചേർത്തിട്ടുണ്ട്. എല്ലാം ഈ അലോവേര ജെല്ലിലുണ്ട്. ഇതെന്ന് പറയുമ്പോൾ സാഫ്രോണും കൂടെ ചേർന്നതാണ്. ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും പ്ലസ് സാഫ്രോൺ ആണ്. പിന്നെ ഇത് ശംഖുപുഷ്പത്തിന്റെ ക്രീമാണ്. ശംഖുപുഷ്പത്തിന്റെ ഒരു സമയമാണല്ലോ. ശംഖുപുഷ്പത്തിന്റെ ടീ ഉണ്ട്. അതെ, ആന്റി ഓക്സിഡന്റ് ആണ്. അത് സ്കിന്നിന് വളരെ എഫക്റ്റീവ് ആണ്. ഇതിൽ ഷിയ ബട്ടറും കൊക്കോ ബട്ടറും ഒക്കെ ചേർത്താണ് നമ്മുടെ സ്കിന്നിന്. ആ ഫ്ലവറിൽ ഷിയ ബട്ടറിന്റെയും കൊക്കോ ബട്ടറിന്റെയും ബേസ് ആണ് ചേർത്തേക്കുന്നത്. എന്തായാലും ഇതൊക്കെ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് എത്ര നാളത്തെ പഠനം ഉണ്ടായിരുന്നു? അത് ഇങ്ങനെ പഠിച്ച് ഓരോന്നും ചെയ്ത് പഠിച്ചു വന്നതാണ്. അങ്ങനെ ഒരു മുന്നൊരുക്കങ്ങളൊന്നും ഇല്ല. ഇത്ര വർഷം അങ്ങനെ ചെയ്ത് അതൊന്നുമില്ല. എല്ലാം ഇങ്ങനെ കോയിൻസിഡൻസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. എൻ്റെ ലൈഫിലെല്ലാം അങ്ങനെയായിരുന്നു. ഞാനിപ്പോൾ സോപ്പിൽ തുടങ്ങിയതാണ് ഈ 52 പ്രോഡക്റ്റ്സ് എത്തിയത്. അതിങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് പുതിയ ഞാൻ എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യണമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കത്തിൽ പോലും അതായിരിക്കും, അത് ചെയ്യണം എന്നുള്ള ഒരു ഇതായിരിക്കും. അത് പിന്നെ ചെയ്ത് ഞാനും മക്കളെ 2 പേരുണ്ട്, പെൺകുട്ടികൾ തന്നെയാണ്. അപ്പോൾ അവർക്കും കൂടെ പരീക്ഷിക്കും. നമ്മൾ തന്നെ ആദ്യം പരീക്ഷിക്കും. അപ്പോൾ അതിൽ റിസൾട്ട് ഉണ്ടെന്ന് കാണുമ്പോൾ അത് പുറത്തേക്ക് ഇറക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് ഈ 52 പ്രോഡക്ട്സിന്റെ വിശേഷം പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എങ്കിലും ഈ കൂട്ടത്തിൽ ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ പെടാത്ത ഏതെങ്കിലും പ്രധാനപ്പെട്ട പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ പറയാം. ഉണ്ട്. ഇപ്പൊ ഞവര റൈസിന്റെ ഫേസ് പാക്ക് ഉണ്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ അതും മുഖത്തിന് വളരെ എഫക്റ്റീവ്. പാലിലോ തൈരിലോ. ഞവര റൈസ് മാത്രമല്ല, മഞ്ചിഷ്ട, മുൾട്ടാണി മിട്ടി, സാൻഡൽ പൗഡർ, റെഡ് സാൻഡൽ, ഇതെല്ലാം അതിൽ ചേരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചേർത്താണ് അത് ചെയ്യുന്നത്. പിന്നെ ഹെയർ പാക്ക് ഉണ്ട്, മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ഹെയർ മാസ്ക് എന്ന് പറയാം. അത് ഈ പറഞ്ഞ പോലെ നെല്ലിക്കാപ്പൊടിയും ചീവയ്ക്കാപ്പൊടിയും ഒക്കെ ചേർത്താണ്. ഷാമ്പൂവിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഹെയർ കളർ അല്ലാതെ ബ്ലാക്ക് ഹെന്ന ഉണ്ട്. അത് ഭയങ്കര ഡിമാൻഡാണ്. സ്റ്റോക്ക് ഔട്ട് ആണ്. ഇവിടെ ഇപ്പൊ സ്റ്റോക്ക് അവിടെ നിംസിൽ ഇരിക്കുവാണ് അത്. അപ്പം ബ്ലാക്ക് ഹെന്ന അത് അമോണിയ ഇല്ലാതെ മുടി നര കറുപ്പിക്കുന്നതാണ്. അത് നെല്ലിക്ക, മൈലാഞ്ചി, നീലാമരിയാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. നന്നായിട്ട് ഓയിൽ അധികം ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേങ്കിൽ
ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അത് പൗഡറാണ്, മിക്സ് ചെയ്ത് വെക്കുകയാണ്. അല്ല, ആവശ്യത്തിനെടുത്ത് മിക്സ് ചെയ്യാം. മൂന്നും കൂടെ ആവശ്യത്തിനെടുത്ത് മിക്സ് ചെയ്ത് ബാക്കി ഫ്രിഡ്ജിൽ അങ്ങ് സൂക്ഷിക്കുക. എടുക്കുന്ന സാധനം അപ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ അത് അമോണിയല്ല, മൈൽഡ് കെമിക്കൽ ഉണ്ടെങ്കിലേ കറക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ മൈൽഡ് കെമിക്കൽ ചേർത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സിട്രിക് ആസിഡ് പോലുള്ള മൈൽഡ് ആയിട്ടുള്ള. പക്ഷെ അമോണിയ ഇല്ല. അതാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ ഹെയർ മാസ്ക് ഇതുപോലെ, പിന്നെ കുക്കുംബർ ജെല്ല്, അണ്ടർ ഐ ജെല്ല്, കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൗന്ദര്യ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട് കേട്ടോ. കിയാര ഓർഗാനിക്സ് അല്ലേ? അങ്ങനെയാണല്ലോ ക്യാപ്ഷൻ പോകുന്നതും. ഓക്കെ. അപ്പോൾ എന്ത് നമ്മുടെ എന്താ പറയുക, സ്കിൻ ഇഷ്യൂസിനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഇത്രയും പ്രോഡക്ട്സ് നമ്മളിവിടെ കണ്ടു. ഞാനും അന്തം വിട്ടിരിക്കുക, ഞാനും കുറേ ഇന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഇത്രയധികം നല്ല പ്രോഡക്ട്സ്, അതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നത്. ഓർഗാനിക്കാണ്, അത് വെറുതെ പറയുന്നതല്ല. നമ്മൾ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയോ അതുപോലെ ശുദ്ധമായിട്ടാണ് വിദ്യ നമുക്ക് ഇത് നിർമ്മിച്ചു തരുന്നത്. എനിവേ, ഒരുപാട് സന്തോഷം. എല്ലാവിധ ഭാവുകങ്ങളും. ഇനി വലിയൊരു സംരംഭകയായിട്ട് ഒരുപാട് അവാർഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് കണ്ട് ഞങ്ങൾ വീണ്ടും വന്ന് കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതുപോലെ ഒരുപാട് അവാർഡ്സ് കിട്ടട്ടെ. അപ്പം ഈ പ്രഭാതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് വിശേഷങ്ങൾ പറയാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.